നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും പല വാർത്തകളും പുതിയൊരു വാർത്ത വന്നു കഴിയുമ്പോഴത്തേക്ക് പഴയ വാർത്തയ്ക്ക് പ്രസക്തി ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. പല വാർത്തകൾ വരുമ്പോഴും കുറച്ചു ദിവസം കഴിഞ്ഞ് പുതിയൊരു വാർത്ത ആ വാർത്തയുടെ പ്രഥമ സ്ഥാനത്ത് ഇടം പിടിക്കുമ്പോൾ ആ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അതൊന്ന് അറിയാൻ സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു ചാനല് നടത്തിയെങ്കിൽ നന്നായി എന്ന് പലപ്പോഴും ആഗ്രഹിച്ചും പോയിട്ടുണ്ട്. കാരണം പലപ്പോഴും പുതിയൊരു വാർത്ത വന്നു കഴിയുമ്പോൾ പഴയത് പഴയതായി കഴിഞ്ഞു, അത് ഇന്നലത്തെ വാർത്തയായി കഴിഞ്ഞു, ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനേ സാധിക്കാതെ പോകുന്നു. അങ്ങനെ വീണ്ടും അറിയാൻ ആഗ്രഹിച്ചു പോയ ഒരു വാർത്തയായിരുന്നു ഈ ഇടയ്ക്ക് കണ്ടത്. പാലക്കാടുള്ള ഒരു വിദ്യാർത്ഥിയും ആ സ്കൂളിലെ പ്രഥമ അധ്യാപകനും പ്രിൻസിപ്പളും ആയിട്ടുള്ള ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി. അവന്റെ ഫോണ് പിടിച്ചു വാങ്ങിച്ചതിന്റെ പേരിൽ ആ വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയും പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചത്. ഒത്തിരി വിഷമം തോന്നിപ്പോയി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. അതിന് പിന്നിൽ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചു പോയത്, അല്ലെങ്കിൽ അവന് പിന്നീട് എന്ത് സംഭവിച്ചു, സ്കൂൾ അധികൃതർ അവനോട് എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടത് എന്നൊക്കെ അറിയാനുള്ളൊരാഗ്രഹം എനിക്കുമുണ്ടായി. അങ്ങനെ വരും ദിവസത്തിൽ അറിയാൻ സാധിച്ചു ആ പ്രിൻസിപ്പൽ അവനോട് നിരുപാധികം ക്ഷമിച്ചു എന്നും, എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറിപ്പോയത്, സംസാരിച്ചു പോയത് എന്ന് അന്വേഷിക്കണമെന്നും അവന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്നും അവനെ സ്കൂളിൽ തന്നെ നിലനിർത്തണമെന്നും അവർ കൈക്കൊണ്ട ആ ഒരു തീരുമാനം വളരെയേറെ നന്നായി എന്ന് എനിക്ക് തോന്നി. നിങ്ങൾ പലർക്കും അത് തോന്നിയിട്ടുണ്ടാകാം. ഈ ഒരു സംഭവം എന്നെ കൊണ്ടുപോകുന്നത് ഒരു കഥയിലേക്കാണ്. മിസ്സിസ് തോംസണും ടെഡിയും തമ്മിലുള്ള ഒരു കഥ. മിസ്സിസ് തോംസൺ എല്ലാ തിങ്കളാഴ്ചകളിലും സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് വിദ്യാർത്ഥികളോട് പറയും, ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന്. അങ്ങനെ പറയുമ്പോഴൊക്കെയും മിസ്സിസ് തോംസൺ മനസ്സിൽ ഒരു കളവ് പറഞ്ഞുകൊണ്ടായിരുന്നു ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരുന്നത്. കാരണം ആ ക്ലാസ്സിലുണ്ടായിരുന്ന മുടി ചീകാത്ത, ശരിയായ വണ്ണം യൂണിഫോം ധരിക്കാത്ത ടെഡി എന്ന വിദ്യാർത്ഥിയെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട്, അകറ്റി നിർത്തിക്കൊണ്ട്, ഒരു ഒട്ടും ഇഷ്ടം ആ വിദ്യാർത്ഥിയോട് ഇല്ലാതിരുന്നിട്ടും ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരുന്നു, ടെഡിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട്. മിക്കപ്പോഴും കിട്ടുന്ന മാർക്കുകളുടെ കുറവും പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്കുകൾ അവന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ ഒരു ദിവസം മിസ്സിസ് തോംസണെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിക്കുകയും ടെഡിയുടെ മുൻകാല പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പരിശോധിക്കുവാനായിട്ട് നൽകുകയും ചെയ്തു. പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മിസ്സിസ് തോംസൺ കണ്ട കാഴ്ച, 3ാം ക്ലാസ്സിൽ എല്ലാത്തിലും ഫുൾ മാർക്ക് മേടിച്ച ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് ആയിരുന്നു ആര്? ടെഡി. ആ ടെഡി പതിയെ പതിയെ പഠിക്കാതെയായി. കാരണം എന്താണെന്ന് വീണ്ടും അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് 5ാം ക്ലാസ്സിൽ ടെഡിയുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. അതിനുശേഷം അവൻ മുടി ചീകിയിട്ടില്ല, ശരിയായ വണ്ണം യൂണിഫോം ധരിച്ചിട്ടില്ല, പഠിക്കുവാനായിട്ട് വളരെ അലസനായി, പഠിക്കാതെയായി. അതാണ് കാരണമെന്ന് മനസ്സിലാക്കി. ഇതറിഞ്ഞ മിസ്സിസ് തോംസൺ അവനെ ഹൃദയത്തോട് കൂടുതൽ ചേർത്തു വയ്ക്കുവാനും അവനോട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും ആഗ്രഹിച്ചു. അടുത്ത തിങ്കളാഴ്ചയും മിസ്സിസ് തോംസൺ ക്ലാസ്സിലേക്കെത്തി ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോഴും മനസ്സിൽ, ഹൃദയത്തിൽ ഒരു കളവുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എല്ലാവരോടും ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴും ടെഡിയോട് ഹൃദയത്തിൽ പ്രത്യേക സ്നേഹവും പരിഗണനയും അവനോട് പ്രത്യേക കെയറും വെച്ചു പുലർത്തിക്കൊണ്ടായിരുന്നു ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത്. ടെഡിയെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി, അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങി, അവന് കൂടുതൽ കെയർ കൊടുക്കുവാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ അവനിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു, 8ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. സ്കൂള് അടയ്ക്കുമ്പോൾ അവസാന ദിവസത്തെ ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. ടെഡിയും ഒരു സമ്മാനം ടീച്ചറിന് കൊടുത്തു. ഒട്ടും വൃത്തിയില്ലാത്ത ഒരു പേപ്പറിൽ, കീറിപ്പറിഞ്ഞ പേപ്പറിൽ ഒരു പൊതി ടീച്ചറിന് കൊടുത്തു. ടീച്ചർ അത് തുറന്നു നോക്കുമ്പോൾ പാതി ഉപയോഗിച്ച ഒരു പെർഫ്യൂമും പിന്നെ പല മുത്തുകളും കൊഴിഞ്ഞുപോയിട്ടുള്ള ഒരു പൊട്ടിയ ബ്രേസ്ലെറ്റുമായിരുന്നു. ടീച്ചർ മിസ്സിസ് തോംസൺ
ആ ബ്രേസ്ലെറ്റ് കയ്യിലെടുത്തണിഞ്ഞു. ആ പാതി ഉപയോഗിച്ച പെർഫ്യൂം മിസ്സിസ് തോംസൺ തൻ്റെ സാരിയോട് ചേർത്ത് അടിച്ചു. ആ മണം കണ്ടിട്ടും ആ മണം കേട്ടിട്ടും ആയിരിക്കണം ടെഡി ഓടി വന്ന് ടീച്ചറിൻ്റെ അടുത്ത് വന്ന് മിസ്സസ് തോംസണോട് പറഞ്ഞു, ആർ യു സ്മെൽ ലൈക്ക് മൈ മദർ? എൻ്റെ അമ്മയുടെ മണം. വർഷങ്ങൾ കഴിഞ്ഞു. മിസ്സസ് തോംസൺ ആ സ്കൂളിൽ നിന്ന് പോയി. പക്ഷേ എങ്കിലും പലപ്പോഴും ടെഡി മിസ്സസ് തോംസന് കത്തുകൾ എഴുതിയിരുന്നു. പലപ്പോഴും അതിലെ വാക്കുകൾ ഇങ്ങനെ തന്നെ ആയിരുന്നു, യു ആർ ദ ബെസ്റ്റ് ടീച്ചർ ഇൻ മൈ ലൈഫ്. അങ്ങനെ ആയിരുന്നു അവൻ എഴുതിയിരുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഇൻ മൈ ലൈഫ്, ബട്ട് യു ആർ ദ ബെസ്റ്റ് ടീച്ചർ ഇൻ മൈ ലൈഫ്. മിസ്സസ് തോംസൺ ആയിരുന്നു എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ മിസ്സസ് തോംസൺ ആയിരുന്നു എന്ന് പലപ്പോഴും അവൻ കത്തുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ ടീച്ചറിനെ അറിയിക്കുവാൻ അവൻ മറന്നില്ല. വീണ്ടും വർഷങ്ങളും നാളുകളും കടന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. ടീച്ചറിന് ഒരു ലെറ്റർ ഹെഡിൽ മിസ്സസ് തോംസണ് ഒരു കത്ത് കിട്ടുന്നു. ഒരു കല്യാണക്കുറിയായിരുന്നു. നാളെ എൻ്റെ വിവാഹമാണ്. ടീച്ചർ എൻ്റെ വിവാഹത്തിനെത്തണം, എന്നെ അനുഗ്രഹിക്കണം എന്നായിരുന്നു കത്ത്. അതിൻ്റെ അവസാനം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഡോക്ടർ ടെഡി. ഡോക്ടർ ടെഡിയുടെ കത്തായിരുന്നു അത്. വർഷങ്ങൾ കൊണ്ട് ആ ടെഡി എന്ന വിദ്യാർത്ഥി ഒരു ഡോക്ടറായി തീർന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് ആ വിവാഹത്തിന് ഓടിയെത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മിസ്സസ് തോംസൺ ആ വിവാഹത്തിന് എത്തി. പിൻനിരയിലുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരിക്കുവാനായിട്ട് ശ്രമിക്കവേ മുന്നിൽ നിന്ന് ആരോ വിളിച്ചു. റിസർവ്ഡ് സീറ്റിലേക്ക് ഇരിക്കുവാനായിട്ട് ക്ഷണിച്ചു. ആ സീറ്റിൽ ആർക്കു വേണ്ടിയായിരുന്നു എന്നറിയാമോ? മിസ്സസ് തോംസന് വേണ്ടി ഡോക്ടർ ടെഡി കരുതി വെച്ചിരുന്നത് അമ്മയ്ക്കുള്ള സ്ഥാനമായിരുന്നു. അമ്മയ്ക്ക് ഇരിക്കുവാനായിട്ടുള്ള സീറ്റിലേക്കായിരുന്നു ടെഡി മിസ്സസ് തോംസനെ ഇരുത്തിയത്. റിസർവ്ഡ് ഫോർ മൈ മദർ എന്നായിരുന്നു. അങ്ങനെ ആ വിവാഹവേദിയിൽ വെച്ച് പ്രതിശ്രുത വധുവിനോട് ഡോക്ടർ ടെഡി ഇങ്ങനെ പരിചയപ്പെടുത്തി മിസ്സസ് തോംസനെ, ഇത് എൻ്റെ അമ്മയാണ്. മിസ്സസ് തോംസൺ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂമിയിൽ ടെഡി ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അത് പറഞ്ഞ് മുഴുപ്പിക്കും മുമ്പേ മിസ്സസ് തോംസൺ ടെഡിയുടെ ഭാര്യയോട് ടെഡിയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഈ ടെഡി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു അമ്മയാകില്ലായിരുന്നു, ഒരു പക്ഷേ ഞാൻ നല്ലൊരു ടീച്ചറായി മാറില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അധ്യാപകരായിട്ടുള്ളവരും അറിവ് പകർന്നു കൊടുക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന മുടി ചീകാത്ത, അശ്രദ്ധനായിരിക്കുന്ന, ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത, നന്നായി പ്രോപ്പറായി യൂണിഫോം ധരിക്കാത്ത, വൃത്തിയില്ലാത്ത പല ടെഡിമാരും നാളെ ആരൊക്കെയോ ആയി തീർക്കേണ്ടത് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥിയെ നല്ലവണ്ണം നോക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കെയർ കൊടുക്കേണ്ടതും ടീച്ചർ എന്നുള്ള നിലയ്ക്കല്ല, അവൻ എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അച്ഛനാണ് ഞാൻ, അമ്മയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്കുകൾ കുറയുമ്പോഴും അവനെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അവനെ വിലയിരുത്താതെ അതിനപ്പുറം അവനൊരു ജീവിതമുണ്ടെന്നും അതിനപ്പുറം ആ വിദ്യാർത്ഥിക്ക് ഒരു ജീവിതം പകർന്നു കൊടുക്കേണ്ട, ജീവിതത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട് എന്നുമുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ പ്രിൻസിപ്പൽ ഒരു പക്ഷേ ആ വിദ്യാർത്ഥിയെ പണിഷ്മെന്റ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒരു പക്ഷേ ആ വിദ്യാലയത്തിൽ നിന്ന് തന്നെ മാറ്റിയിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവനും ഒരു പക്ഷേ വേറൊരു വഴിയിലേക്ക് തിരിച്ചു പോയേനെ. നിരുപാധികം വെല്ലുവിളിച്ചിട്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ആ പ്രഥമ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് നിരുപാധികം ക്ഷമിക്കുകയും ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കുവാൻ അനുവദിക്കുകയും അവന് കൗൺസിലിംഗ് നൽകുവാനായിട്ട് തയ്യാറാവുകയും ചെയ്ത നല്ലൊരു മനസ്സ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ഒരു മാതൃക തന്നെയാണ്. നാളെ ആരായിത്തീരുമെന്ന് നമുക്കറിയില്ല. ഈ പലരും നമ്മുടെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ഒരു പക്ഷേ നന്നായി പഠിക്കാത്ത, തെറ്റിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒക്കെ
തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എല്ലാ വിദ്യാർത്ഥികളെയും നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എല്ലാ അധ്യാപകർക്കും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.